കോർപ്പറേഷനിൽ വെള്ളിയാഴ്ച നിർണായക കൌൺസിൽ യോഗം. അയോഗ്യത മറികടക്കാനായ അഭിഭാഷകൻ മുഖേന ആർ സുഗതൻ മേയർക്ക് അവധിയപേക്ഷ നൽകി. യോഗം എല്ലാ മാസവും ഒരു കൗൺസിൽ യോഗം ചേരണം. അത് ഈ മാസത്തെ 31-ാം തീയതി നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. കൗൺസിൽ 31-ാം തീയതി ഉച്ചയ്ക്ക് 2:30-യാണ്. കൗൺസിലറാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷക സംഘമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ബന്ധപ്പെട്ട് കോർപ്പറേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കോർപ്പറേഷൻ ചെയ്യുന്നില്ല. അയോഗ്യതയുടെ സാഹചര്യം ആർക്കും ഉണ്ടാവില്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വെള്ളിയാഴ്ച 31-ാം തീയതി ഉച്ചയ്ക്ക് 2:30-ക്ക് കാണാം. കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. കാരണം ഇത്രയും ദിവസം അങ്ങ് ഡൽഹിയിൽ സമരത്തിന്റെ പിറകെ അല്ലായിരുന്നു ഇവിടുത്തെ കമ്മികളും കൊങ്ങികളും ഒക്കെ തന്നെ. പക്ഷെ അവിടെ എല്ലാം ഇപ്പോ എന്താ പറയാ ഓക്കെ ആയതോടുകൂടി, അതായത് സമരം എല്ലാം തന്നെ വെള്ളത്തിൽ വരച്ച വര പോലെ ആയത് പിന്നാലെ അവിടെ നിന്ന് ഈ പറയുന്ന മാതിരി എല്ലാം സോൾവ് ആക്കി എല്ലാവരും പറഞ്ഞു വിട്ടു. അതുകൊണ്ട് ഇനിയിപ്പോ അതും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കാനായിട്ട് ആർക്കും പറ്റത്തില്ല. അതുകൊണ്ട് ഇനിയിപ്പോ നമുക്ക് ആ പഴയ പടി അങ്ങ് തുടങ്ങാം. എങ്ങനെയാണ് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ വി രാജേഷിനെ നമുക്ക് താഴെ ഇറക്കണം, അങ്ങനെ എന്തൊക്കെ കലാപരിപാടികൾ കേരളത്തിൽ കിടക്കുകയായിരുന്നു, അതൊക്കെ പാതി വഴിയിലിട്ടിട്ടല്ലേ നമ്മളങ്ങ് ഡൽഹിയിലേക്ക് വെച്ച് പിടിച്ചതെന്ന് പറയുന്നത്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് പഴയ കലാപരിപാടികളൊക്കെ തുടങ്ങാം. അപ്പൊ അതിനെന്തായാലും തുടക്കം കുറിച്ചിരിക്കുന്നു. സുഗതൻ വിഷയം ആണ് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത്. വീണ്ടും പ്രശ്നം എന്ന് പറയുന്നത്, അതായത് സുഗതന്റെ അടുത്ത 3-ാം യോഗം വരാൻ പോവുകയാണ് ഈ വരുന്ന വെള്ളിയാഴ്ച. പങ്കെടുത്തില്ലെങ്കിൽ സുഗതൻ അയോഗ്യനോ അല്ലെങ്കിൽ അയോഗ്യനാവത്തില്ലേ? അപ്പൊ ഒരു കാര്യം എന്തായാലും തീരുമാനമായിരിക്കുന്നു. സുഗതനെ സംബന്ധിച്ചിടത്തോളം സുഗതൻ അയോഗ്യനാവാനായിട്ടുള്ള സാധ്യതകൾ വളരെ 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 വിരളമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. എന്തായാലും കമ്മിയൊക്കെ കുങ്ങിയൊക്കെ സംഘികൾ നല്ല രീതിയിലുള്ള 8-ന്റെ പണിയാണ് ഇതിലൂടെ കൊടുത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു മൂവ്മെന്റ് അല്ലേ ഇപ്പോ വി രാജേഷ് അല്ലെങ്കിൽ സുഗതന്റെ വക്കീൽ ഇപ്പോ നടത്തിയിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സംഭവം ഈ പറയുന്ന രീതിയിൽ സുഗതനെ അവധി അപേക്ഷിക്കുന്ന തരത്തിലോട്ട് സുഗതന്റെ വക്കീൽ തന്നെ ഇപ്പോൾ വി രാജേഷൻ മുഖേന ആ ഒരു തരത്തിലോട്ട് കാര്യങ്ങൾ, കാരണം മേയർക്ക് തീരുമാനിക്കാം. കാരണം അങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് മേയർക്ക് ഡിസൈഡ് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന രീതിയിൽ സുഗതൻ അയോഗ്യനാവത്തില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അത് ഈ പറയുന്ന രീതിയിൽ LDFനും UDFനും തന്നെ മനസ്സിലാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറി. അതുകൊണ്ട് തന്നെയാണ് അവർ ഇനിയിപ്പോൾ അടുത്തത് കോടതി മുഖേന എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് നോക്കാനായിട്ടുള്ള ആ ഒരു തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. കാരണം എന്തായാലും സുഗതനെ സംബന്ധിച്ചിടത്തോളം BJPക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, സുഗതൻ എന്തായാലും അയോഗ്യനാവത്തില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു രീതിയിൽ വി രാജേഷ് ഈ പ്രശ്നം തുടങ്ങിയ അന്ന് തൊട്ട് ഇന്ന് വരെയും പറയുന്ന ഒരു കാര്യം തന്നെയാണ്, ഈ കോർപ്പറേഷനിൽ നിന്നും ഒരു വ്യക്തി പോലും അയോഗ്യത നേരിടേണ്ടി വരത്തില്ല എന്നുള്ളത് സുഗതൻ ഉൾപ്പെടെയാണ് പറഞ്ഞതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഉറപ്പിക്കാം അവർക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ UDF LDF തന്നെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ട്വിസ്റ്റ് ഇവിടെ BJP ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. ഞാൻ അറിഞ്ഞിടത്തോളം ഈ പറയുന്ന രീതിയിൽ ഈ ഒരു സംഭവം, അതായത് ഈ ഒരു അവധിക്ക് അപേക്ഷിക്കുന്ന ആ ഒരു ഇത്, അതായത് മനഃപൂർവ്വം 3 യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ മാത്രമേ അയോഗ്യത വരൂ എന്നുള്ള തരത്തിലും, ഈ പറയുന്ന രീതിയിൽ മേയർക്ക് അപേക്ഷ നൽകിയാൽ 6 മാസം വരെ യോഗങ്ങളിൽ പങ്കെടുക്കാതിരിക്കാനായിട്ട് മേയർക്ക് അനുവാദം നൽകാൻ അധികാരമുണ്ട് എന്ന തരത്തിലും ഒരു വിവരങ്ങൾ കിട്ടുന്നുണ്ട്. എത്രത്തോളം ശരിയാണെന്ന് അറിയത്തില്ല, തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. പക്ഷെ ഇങ്ങനെയാണ് സംഭവമെങ്കിൽ ഈ പറഞ്ഞ മാതിരിയാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പവശം എന്ന് പറയുന്നത്. അതായത് സുഗതന് അയോഗ്യത നേരിടേണ്ടി വരത്തില്ല എന്നുള്ളത് ഉറപ്പിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. BJPക്ക് ഇപ്പോൾ എത്രയാണോ അവിടെ സീറ്റുകളുള്ളത്, അതായത് 51 സീറ്റാണ് BJPക്ക് നിലവിൽ കോർപ്പറേഷൻ ഉള്ളതെന്ന് പറയുന്നത്, ആ 51 തന്നെ നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യും എന്നുള്ളതാണ് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വരുന്ന വെള്ളിയാഴ്ച നല്ല രീതിക്കുള്ള തക്കിട തരികിടമൊക്കെ തന്നെ കോർപ്പറേഷനുള്ളിൽ കാണാൻ സാധിക്കും. വാർത്തകളിൽ പ്രധാനം തിരുവനന്തപുരം കോർപ്പറേഷൻ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇങ്ങനെ ഒരു മൂവ്മെന്റ് BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകും, സുഗതന്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും അതിനുള്ളിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല. അതിനെന്തായാലും ഈ പറയുന്ന രീതിയിൽ LDFും UDFും ചേരി തിരിഞ്ഞുകൊണ്ട് തന്നെയുള്ള സംഭവവികാസങ്ങളൊക്കെ അതിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ അന്ന് കണ്ടതാണ്, ശബരിനാഥൻ കണ്ടതാണ്, കൊക്കിന്റെ ജീവൻ ഉണ്ടെങ്കിൽ അങ്ങനെ പലതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോ എന്തായാലും സുഗതൻ എന്തായാലും ഈ പറയുന്ന രീതിയിൽ സത്യപ്രതിജ്ഞയൊക്കെ ചെയ്തുകൊണ്ട് വീണ്ടും അധികാരമേൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി കഴിഞ്ഞു. കൗൺസിലറായി തുടരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അതും LDFനും UDFനും തിരിച്ചടിയാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയ ഒരു സംഭവമാണ്. ഇനിയിപ്പോൾ ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ഇവർ സഹിക്കുമോ എന്തോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. അതുകൊണ്ട് തന്നെ ഈ വെള്ളിയാഴ്ച നല്ലൊരു അംഗം ചിലപ്പോൾ കോർപ്പറേഷനിൽ കാണാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ ഇതിന് മുന്നേ കണ്ടതാണ് ശബരിനാഥിന്റെയൊക്കെ ആ ഒരു ഇതൊക്കെ തന്നെ. അതുകൊണ്ട് ഈ വരുന്ന വെള്ളിയാഴ്ച എന്തൊക്കെയായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. എന്തായാലും സുഗതൻ എന്തായാലും അയോഗ്യനാവാനായിട്ട് പോകുന്നില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അത് ഈ പറയുന്ന രീതിയിലുള്ള ഒരു രീതിയിലൂടെ തന്നെ അത് മേയർ എന്തായാലും അത് സോൾവ് ആക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് അറിയുന്നത്. ഇതെന്തായാലും LDFനും UDFനും എന്തായാലും ദൈവത്തില്ല, ഇവർക്ക് എങ്ങനെയെങ്കിലും ഈ ഭരണം പിടിച്ച് താഴെ ഇറക്കിയിട്ട് അവർക്ക് ആ കസേര കയറിയിരിക്കണം എന്നുള്ള ഒരു വ്യാമോഹമാണ് എന്ന കാര്യത്തിൽ സംശയമില്ലേ. ഈ പറയുന്ന രീതിയിൽ ജനങ്ങൾ ഈ പറയുന്ന രീതിയിൽ നിങ്ങളെ പിടിച്ച് പ്രതിപക്ഷത്തോട്ട് ഇരുത്തി, UDFനാണെങ്കിൽ ഭരിക്കാനുള്ള സീറ്റും കൊടുത്തില്ല. അപ്പൊ പിന്നെ ഭരിക്കാനായിട്ടുള്ള ഒരു അവസരം കൊടുത്തിരിക്കുന്നതെന്ന് പറയാൻ നിലവിൽ BJPക്കാണ്. അവർ 5 കൊല്ലം ഭരിക്കട്ടെ എന്ന് വെക്കുകയല്ല, ഞങ്ങൾ നല്ലൊരു പ്രതിപക്ഷമായിട്ട് ഇരിക്കുക എന്നുള്ള ആ ഒരു രീതിയിലല്ല. ഏതെങ്കിലും വിധേന ഒരു എന്താ ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് നുഴഞ്ഞു കയറി ആ കസേരയിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു വൃത്തികെട്ട രീതിയാണ് ഇതെന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. കാരണം ഇത്രത്തോളം സീറ്റുകൾ ഈ പറയുന്ന രീതിയിൽ BJPക്ക് ഉണ്ട്. കാരണം അവർക്ക് ഇപ്പോൾ സുഗതന്റെ ഇത് മാറ്റിയാൽ പോലും അവർക്ക് 50 സീറ്റുകളുണ്ട്. ഈ പറയുന്ന LDFനും UDFനും എത്ര സീറ്റുകൾ ഇരിക്കുന്നു? ഇവരിഞ്ഞ് ഒന്നിച്ചാൽ മാത്രമല്ല ഈ പറയുന്ന രീതിയിൽ ഒരു സംഖ്യ എത്തിക്കാനെങ്കിലും പറ്റത്തുള്ളൂ. എന്നിട്ടും BJP മറിക്കാൻ പറ്റും, അപ്പോഴും മറിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ പ്രതിപക്ഷമാണ്, ഞങ്ങൾ പ്രതിപക്ഷമായിട്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു ഇത് കാഴ്ചവെക്കും എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ മുന്നോട്ട് പോവുകയല്ലേ വേണ്ടെന്ന് പറയുന്നത്. അതിന് പകരം ഇമാതിരി തോന്നിവാസവും ഇമാതിരി തരികിടയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ എന്താ പൊട്ടന്മാരാണോ? തിരുവനന്തപുരത്തെ ജനങ്ങൾ പൊട്ടന്മാരല്ലാത്തതുകൊണ്ടല്ലേ നിങ്ങളുടെ ഭരണം ഇപ്പോൾ മാറ്റിയിട്ട് അവിടെ പിടിച്ച് സംഖ്യകളെ കയറ്റി ഇരുത്തിയെന്ന് പറയുന്നത്. അതുകൊണ്ട് വീണ്ടും സംഖ്യകൾക്ക് കുറച്ചുകൂടി
കുറച്ചുകൂടി എന്താ പറയുക ഊർജ്ജം നൽകാനും കുറച്ചുകൂടി ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായി കൊടുക്കാനും കുറച്ചുകൂടി തിരുവനന്തപുരത്ത് കാര്യങ്ങൾ സ്ട്രോങ് ആക്കി കൊടുക്കാനും വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ കിടന്ന് കാണിക്കുന്ന പരിപാടി എന്ന് പറയുന്നത്? അതുകൊണ്ട് വെള്ളിയാഴ്ച എന്റെ അഭിപ്രായത്തിൽ ഈ പറയുന്ന ഇടതും വലതും കിടന്ന് അവിടെ പൊറാട്ട് നാടകങ്ങൾ കാണിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ജനങ്ങൾ പരിപൂർണ്ണമായി നിങ്ങളെ വെറുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. അത് വീണ്ടും വി രാജേഷിനും വീണ്ടും BJPക്ക് സംഖ്യക്കും കുറച്ചുകൂടി നല്ല രീതിക്കുള്ള ഊർജ്ജം പകരുന്ന തരത്തിലോട്ട് സപ്പോർട്ട് കൂടുന്ന തരത്തിലോട്ടും തിരുവനന്തപുരത്ത് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമായി പറയേണ്ടി വരും. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇപ്പോൾ ഡൽഹിയിലെ കാര്യങ്ങളൊക്കെ തന്നെ എല്ലാം അവസാനിച്ചതോടുകൂടി തന്നെ ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് കോർപ്പറേഷന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് LDF UDF ഇറങ്ങിയിരിക്കുന്നത് അതെന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. എന്തായാലും നിങ്ങൾ അതിനൊരു തീരുമാനം ഉണ്ടാക്കുക, കൂട്ടത്തിൽ പിടിച്ച് ഈ മാപ്രകളും ഈ ഒരു തരത്തിൽ കുത്തിത്തിരിപ്പൊക്കെ തന്നെ ഉണ്ടാകട്ടെ. എന്തായാലും നമുക്ക് വെള്ളിയാഴ്ച കാണാം എന്താണ് സംഭവ വികാസങ്ങൾ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സുഗതൻ ഈ ഒരു മൂവ്മെന്റ് നടത്തിയിരിക്കുന്നു. അത് വി രാജേഷ് മേയർ അംഗീകരിക്കുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതുകൊണ്ട് അയോഗ്യത എന്നുള്ളത് എന്തായാലും സുഗതൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെയേറെ കുറവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ BJPക്ക് ആ ഒരു രീതിയിൽ 51 സീറ്റ് എന്നുള്ളത് 51 സീറ്റ് തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ. ബാക്കി ഇനിയിപ്പോൾ ഈ പറഞ്ഞ ഇടതും വലതും കൂടെ ചേർന്നുകൊണ്ടുള്ള ഇന്ത്യ സഖ്യ ഉടായ്പ നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കാത്തിരുന്ന് കാണാം.